എങ്കിലും ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു സസ്പെൻസും അല്ലെങ്കിൽ ആ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എല്ലാം കൂടെ അവസാനം കൊണ്ടുവന്ന് അൺവെയിൽ ചെയ്യുന്ന സമയത്ത് സിനിമ വീണ്ടും ബാക്ക് ഓൺ ട്രാക്കായി. അവിടേക്ക് എനിക്ക് ചെറിയ സംശയം തോന്നിയിരുന്നു. ഈ ഫസ്റ്റ് ഹാഫ് ചിദംബരം എടുത്തിട്ട് സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു ഫസ്റ്റ് പോർഷൻസ് ഒക്കെ ജിത്തു മാധവൻ എടുത്തതാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അതായത് അതുവരെ വന്ന ആ ഒരു മൂഡ് സെറ്റിങ്ങും ആ ഒരു ടെമ്പോ ഇതെല്ലാം അങ്ങ് മാറുവാണ് സിനിമയുടെ. അത് ആ സ്റ്റോറി ടെല്ലിങ്ങിന് അതൊരു റീസൺ ഉണ്ട്. കാരണം അതൊരു പോരായ്മയായിട്ട് ഞാൻ പറഞ്ഞതല്ല. ഈ അമ്മ മകൻ ബോണ്ടേജ് ആ ഒരു സംഭവം പോകുന്ന സമയത്തുള്ളൊരു ടെമ്പോ ആണ്. ആ ഒരു സാധനത്തിന് ചെറിയൊരു ബ്രേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഓവറോൾ സിനിമയുടെ ആ ഒരു പേസിനൊരു മാറ്റം വരുന്നതാണ്. അതിപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇമോഷണൽ മൈൻഡുള്ള ആളുകൾ സെപ്പറേറ്റഡ് ആകുമ്പോഴത്തേക്ക് പിന്നെ അവരുടെ ലൈഫ് ഫുള്ള് ചേഞ്ച് ആവും. അതായിരിക്കും ആ ഒരു സിനിമയുടെ അവിടെ വന്നൊരു ഷാറ്ററിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. എങ്കിലും സിനിമ എൻഡിങ്ങിലോട്ടൊക്കെ എത്തിയപ്പോഴത്തേക്ക് വീണ്ടും എവിടെ സ്റ്റാർട്ട് ചെയ്തോ ആ ഒരു സാധനത്തിലോട്ട് സിനിമ അങ്ങോട്ട് പോയി കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സിനിമ അങ്ങോട്ട് എലിവേറ്റ് ആവാൻ തുടങ്ങി. സോ ഈ മൂവിയുടെ ഒരു സോൾ എന്ന് പറയുന്നതിൽ മ്യൂസിക്കിനൊരു വലിയ റോളുണ്ട്. അത് സുഷിൻ ശ്യാമിൻ്റെ ഒരു ഡിവോട്ടഡ് എഫേർട്ടാണ്. അത് ഗംഭീരമായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിരിക്കുന്നവരെല്ലാം അവരുടേതായിട്ടുള്ള ദ ബെസ്റ്റ് ഔട്ട്പുട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ മൂവി ഒരു മസ്റ്റ് ഫാമിലി വാച്ചാണ്. നിങ്ങൾ നല്ല ഡോൾബി അറ്റ്മോ സൗണ്ടൊക്കെ ഉള്ളൊരു തിയേറ്ററിലാണ് ഈ സിനിമ കാണുന്നതെന്നുണ്ടെങ്കിൽ യു ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് ദ ഹോൾ ഡ്രാമ. ഇപ്പോൾ സിനിമയ്ക്ക് ഞാൻ ഔട്ട് ഓഫ് 10 ഫുൾ മാർക്സ്. സോ ഇപ്പോൾ ചിദംബരം ആയിരുന്നാലും ജിത്തുമാധവനായിരുന്നാലും ഇവരുടെ സിനിമകൾ വരുന്നില്ലെന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. സോ ഈ ഒരു മൂവി കണ്ടപ്പോഴത്തേക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഒന്നും കൂടെ കൂടിയിട്ടുണ്ട്. ബിക്കോസ് ദേ ആർ വർക്കിംഗ് ബാക്ക് സ്റ്റേജ്. അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ഇനിയും ഒരുപാട് ഇതുപോലുള്ള നല്ല നല്ല കോൺട്രിബ്യൂഷൻസ് ഇനിയും വരാനിരിക്കുന്നു എന്ന പ്രത്യാശയോടുകൂടി ഞാൻ നിർത്തുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ട്.